നമുക്കത് വെട്ടിമുറിക്കണം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഈ പെര. ഇതാണ് നമുക്ക് ഒന്നുകൂടി പുതുക്കേണ്ടത്. ഇനി ഒന്നുകൂടി 2 നിലയൊക്കെ ആയിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറേ മരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മരങ്ങൾ മുറിക്കാൻ പോകാം. അവിടെ ഒരു മരം കാണുന്നുണ്ട്, നമുക്ക് ആ മരം മുറിക്കാം. എൻ്റെ ഒരു വില്ലേജ് ഇതിലുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഇതിപ്പോൾ കാണാനില്ല. എവിടെയെന്ന് ഓർമ്മ ഉണ്ടായില്ല. ഞാൻ അന്ന് കുറേ തപ്പിപ്പോയപ്പോഴാണ് എനിക്കന്ന് ഇത് കിട്ടിയത്. അപ്പോൾ അതെവിടെയെന്ന് അറിയില്ല. മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത മരത്തിലേക്ക് പോകാം. ഈ മരം നമ്മൾ മൊത്തമായിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്ക് ആ മരം കൂടി മുറിച്ചിട്ട് വേറെ എവിടെയും ഉണ്ടോ എന്ന് നോക്കണം. ഗൈസ്, ഇതിൽ ഈ മരം പോലും ഇല്ല. അതൊക്കെ മേലെയാണ്, ഉള്ളിലാണത്. തൽക്കാലം നമുക്കിപ്പോൾ ഈ മരം മുറിക്കേണ്ട. നമുക്ക് വേറെ ഏതെങ്കിലും മരം ഉണ്ടോ എന്ന് നോക്കാം. നമുക്കൊന്ന് മട്ടനും എല്ലാം കഴിക്കാം. പക്ഷെ ഇത് മണ്ടാണ് കഴിച്ച് നല്ല പിടിച്ചാൽ നമ്മൾ അടങ്ങുന്നത്. നമുക്ക് ഇന്നത്തിനായിട്ട് നമുക്ക് ബിരിയാണി ആക്കാം. ഇന്നത്തെ ഡിന്നർ ആട് ബിരിയാണിയാണ് കഴിച്ച് നമുക്ക്. ഇവിടെ ഒരു പോത്തും കൂടി ഉണ്ട്, ബീഫൊന്നും വേണ്ട. അപ്പോൾ നമുക്കൊരു ആടിനെ കിട്ടി. നമുക്ക് ആടിനെ മാംസം കൊണ്ട് വീണ്ടും മട്ടൻ ബിരിയാണി വെച്ചിട്ട് നമുക്ക് ചില്ലാക്കാം കേട്ടോ. നമുക്ക് ഡിന്നറിൽ നമുക്ക് ഈ മരം കൂടി ഒന്ന് മുറിക്കാൻ നോക്കാം. പക്ഷെ ഇത് മുറിക്കാൻ കഴിയുന്നതൊന്നുമില്ല. നമുക്കിത് ഈ സ്റ്റാൻഡൊന്ന് നമുക്ക് കളഞ്ഞു നോക്കാം. ഇത് കുറച്ചും കൂടി അടിയിലാവുകൊണ്ട് തന്നെ നമുക്ക് മരം മുറിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. നമുക്ക് എന്തായാലും ശ്രമിച്ചു നോക്കാം. ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ അടിയിലേക്ക് പോകാൻ കഴിയില്ല. ഒരു മരം കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഒരു കഷ്ണം. ഇപ്പം മൊത്തം 7 എണ്ണം ഉണ്ട് നമ്മളൊക്കെ. ഇതൊരു പെരക്ക് വാതിൽ വെക്കാനും കൂടി തികയില്ല ഗൈസ്. നമുക്ക് വേറെ ഏതെങ്കിലും മരം ഉണ്ടോ എന്ന് മിക്കവാറും നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ തളരില്ല. കുറച്ച് നേരം കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. കുറച്ചുകൂടി നമുക്ക് വെട്ടിപ്പൊഴിക്കാം. എല്ലാ ചില്ലയും നമുക്ക് വെട്ടി ക്ലീൻ ആക്കണം ഗൈസ്. ഇതിൻ്റെ ഉള്ളിലൊരു വെള്ളം കിടന്നു ഗൈസ്, വേണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ കാര്യം നടക്കില്ല. നമുക്ക് അടുത്ത മരം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി എവിടെയെങ്കിലും മരം ഉണ്ടോ എന്ന് നോക്കണം ഗൈസ്. ഇവിടെ ഒന്നും കാണാനില്ല. എവിടേക്കോ എന്തൊക്കെയോ ചിലത് കാണുന്നുണ്ട്. ഒരു മരം കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താവുമെന്ന് അറിയില്ല. നോക്കി നോക്കിയാലും വീണ്ടും മൂഞ്ചി ഗൈസ്, വട്ടത്തിൽ തന്നെ. ഇതും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു കഷ്ണം ഒരു കഷ്ണം. ഇത് കഴിഞ്ഞ 2 മരത്തിൻ്റെക്കാളും കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ 2 മരം നമ്മൾ മൂഞ്ചി. അപ്പോൾ ഈ മരമെങ്കിലും നമുക്ക് സ്വന്തമാക്കണം. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ പോകാം. വീടിൻ്റെ വഴി അറിയില്ല. നമുക്കങ്ങനെ എന്തെങ്കിലും ഒരു സൂചന വെച്ചാൽ നടക്കാം. ഏതെങ്കിലും ഒരു ദിശയിലേക്ക് നടന്നു നോക്കാം. വീട് എവിടെ നിന്ന് അറിയത്തില്ലല്ലോ. ഇപ്പം നമുക്ക് കിട്ടിയത് ആകെ 9 കട്ടയാണ് മരത്തിൻ്റെ. സൂംബീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്രയും പെട്ടെന്ന്
പോണം, അല്ലെങ്കിൽ നാളെ നമ്മൾ ശവശരീരമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. ഗൈസ് ഇവിടെ ഒരു സൂചന പോലും കിട്ടില്ല, നമ്മളെ വീടിന്റെ തരി പോലും. ഗൈസ് നമ്മൾ എവിടെ പോയി തപ്പാനാണ്? ഗൈസ് ഓ രണ്ടെണ്ണം നമുക്കൊരു ലൈഫ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എത്രയും പെട്ടെന്ന് ഇവിടെ ഓടി കഴിച്ചാകണം ഗൈസ്. ചുറ്റോറം മൊത്തം സൂംബീസ്, ഇവരുടെ കൈപ്പെട്ടാ പിന്നെ തീർന്നു, പിന്നെ ഇതിലൊരു സംശയമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മണ്ടി കഴിച്ചില്ലായിരിക്കും നമുക്കും ഇൻട്രപ്ഷൻ നല്ലത്. പൂക്കളെ സൗന്ദര്യം നോക്കാൻ ടൈമില്ലാത്തത് കൊണ്ടാട്ടോ ഗൈസ് ഇവിടെ നിൽക്കാത്തെ. ഒരേ ഓട്ടാണ് ഗൈസ്, മൊത്തം സോംബീസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയില്ല, അതാണ് ഒരേ സ്ട്രൈറ്റിൽ ഓടുന്നത്. എങ്ങോട്ട് പോകണമെന്ന് ഒരു അറിയില്ല. ഇവിടെ സോംബീസ്, കണ്ണിപ്പെടാതെ ഓടാം. വേണ്ട നേരത്തൊരു മരം കിട്ടത്തില്ലെന്നല്ലേ ഇപ്പൊ കണ്ടതാ. അത്യാവശ്യം ഇപ്പൊ കുടുങ്ങി നിൽക്കുമ്പോ എല്ലാ മരങ്ങളും. ഇവിടെ ഒരു ഗുഹ, ഉള്ളിലിട്ടൊരു കേവ്. പിന്നെ സമയം കിട്ടുമ്പോ വന്ന് നോക്കാം. സാധനം അടത്തിക്കഴിയാൻ നല്ലതാണ്. ഓ ഗൈസ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കണം, ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോ ചാകാൻ ഒരു പിടിയില്ല ഗൈസ്. രണ്ടോ നാലോ കൂട്ടുകാരായിട്ട് മൂക്കഴിക്കാന്ന് തോന്നുന്നു. ഈ സൂര്യ രക്ഷപ്പെടട്ടെ ഗൈസ്. ഇന്ന് നമ്മൾ വീട്ടിലെത്തുന്ന തോന്നുന്നില്ല, 50% കൺഫേം ആയിട്ടുണ്ട്. ഇപ്പൊ എന്താവും എന്തോ. ലൈഫ് അങ്ങനെ കുറയുന്നുണ്ട്. ഇപ്പൊ ചെറിയ ക്ലൂ കിട്ടിയ മാതിരി തോന്നുന്നുണ്ട്. നമ്മളെ വീടിന്റെ ഒരു ഏകദേശം ഒക്കെ എത്തിയെന്നാണ് തോന്നുന്നു. പക്ഷെ ഉറപ്പിക്കാൻ കഴിയില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മൊത്തം സൂംബിയാണ് കാണുന്നത്. ചെറുതായിട്ട് നമ്മളെ വീട് ലാസ്റ്റ് ടൈം നമ്മളവിടെ എത്തിച്ചേർന്ന നമ്മളെ വീട്ടില് ഒരുത്തേനും നമ്മളെ തൊടാൻ കഴിയില്ല ഗൈസ്. 4 ലൈഫോടെ നമ്മളങ്ങനെ വീട്ടിൽ ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെയായിട്ട് പോകും. നമ്മൾ ഉറങ്ങി നാളെ രാവിലെ വീടിനകത്ത് സൂംബി. അതെന്ത് ചെറ്റപ്പരിപാടി കാട്ടിയത്? നമ്മൾ ഡെഡായി നമ്മൾ ഈ വീഡിയോ മൂഞ്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. പിന്നെ ഒരു കാര്യം കൂടി പറയാം.